ഇവിടെ പറഞ്ഞ എല്ലാവർക്കും ഇതുണ്ടോ? ഇമോജി 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 പർപ്പിൾ കളർ ഇമോജി 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 ഈ വക താഴെ വേറെ ഒന്നും കിട്ടിയില്ലേ? ദ ഹോൾ സ്കൂൾ സിസ്റ്റം ഇൻ കേരള എങ്ങനെയാണോ ടീച്ചർമാർ കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണോ എഡ്യൂക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണോ പാരന്റ്സ് കൺസിഡർ ചെയ്യുന്നത്, ഇറ്റ് ഹാസ് ടു ചേഞ്ച്. ദ ഹോൾ സിസ്റ്റം നീഡ് ടു ബി ചേഞ്ച്ഡ്. മറ്റേ ഇംഗ്ലീഷ് ക്യൂക്കുംബറാണോ? ഇംഗ്ലീഷ് ക്യൂക്കുംബർ, ഇംഗ്ലീഷ് ക്യൂക്കുംബർ ആണോ? ശരി, അത് കണ്ണടച്ചിട്ട് പറയാൻ പറ്റാറോ? ഇംഗ്ലീഷ് ക്യൂക്കുംബർ നമ്മളെക്കാളും ചെറുതാ. ഏറ്റവും സന്തോഷം ഇപ്പോ ഇരട്ട കുട്ടികളുടെ അച്ഛനായിട്ട് കൂടി ഇരിക്കുന്ന സമയമാണ് അല്ലേ? ഗേൾസ് വീട്ടില് ദേ ആർ ലീഡിങ് ദ ഷോ. അടിപൊളി, നല്ല ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. എനിക്ക് ആക്ച്വലി ഞാൻ അച്ഛൻ എന്ന രീതിയിൽ വളരെയധികം ആനന്ദിക്കുന്ന ഒരാളാണ്. അത് എൻ്റെ അപ്പനാണ് ആ ഒരു കാര്യത്തിൽ എൻ്റെ വലിയൊരു ടീച്ചർ. കാരണം എങ്ങനെ ഞാൻ ആ അപ്പനെ പോലെ ആവരുത് എന്നുള്ളത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതായത് പുള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് എന്താ വെച്ചാല്, പുള്ളി ഈസ് എ സ്ട്രിക്റ്റ് റൂഡ് ഡാഡ്. ഓക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ട് ഡിവോഴ്സ്ഡ് ആണ്. അവൻ വക്കീലാണ്, അവൻ്റെ ഭാര്യ ഡോക്ടറാണ്. ഡോക്ടർ ഡിവോഴ്സ് ചെയ്തു. അപ്പൊ ഡോക്ടർ ഉപയോഗിച്ച വണ്ടി പോലെ അവൻ ഡോക്ടർ ഉപയോഗിച്ച എന്നും പറഞ്ഞ് അവര് റീസെയിൽ വാല്യൂ വിട്ടാൻ വേണ്ടി കെട്ടിച്ചുവിടാൻ വേണ്ടി ഡോക്ടർ ഉപയോഗിച്ച ഭർത്താവ് ഡോക്ടർ ഉപയോഗിച്ച് വിൽപ്പനയ്ക്ക് 18 വയസ്സ് വരെ കുട്ടികൾ തന്നെ മെന്റലി ഡേ ബൈ ഡേ ഇഞ്ച് ബൈ ഇഞ്ചായി ട്രോമറ്റൈസ് ചെയ്ത് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി പുള്ളിനെ എന്താ പറയാ മോഷ്ടിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്. കാരണം പുള്ളി കഴിഞ്ഞ 5 വർഷം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെല്ലാം ഞാനൊരു വണ്ടിയിലിരുന്ന് കളക്ട് ചെയ്യും. പുള്ളിയോടുള്ള കോൺവെർസേഷൻ അതേപോലെ തന്നെ പുള്ളി തന്നെ മോഷ്ടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പരസ്പരം മോഷ്ടിക്കുന്നവരാണ്. ഞാനൊരു ഫൺ സെഗ്മെന്റിലോട്ട് കൊണ്ടുപോവാണ്. ദൈവം ഇനിയുണ്ട് അതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യും, ടാറ്റ പറയും. എന്തായാലും ഞാനൊന്ന് ഒരാളുടെ ആദ്യം ഞാൻ ബ്ലൈൻഡ് ആക്കും, ഒരാൾ കാണും, അതിൽ പകുതി അതെ അത് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഫിഷ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഫിഷ് നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ നോക്കാതെ തന്നെ ചിലപ്പോൾ കണ്ടുപിടിക്കാനുള്ള കഴിവ് കൂടുതലുണ്ട്. ഞാൻ അതങ്ങ് മാറ്റി. അപ്പൊ ആര് വേണം? ആദ്യം ഭൂമകനെ, ഫസ്റ്റിന് ഭൂമകനെ പറഞ്ഞോളൂ ഞാൻ എല്ലാത്തിനും. ബിഗ് ബോസിന്റെ ടാസ്ക് കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയാലോ? തരട്ടെ? ഇവിടെ പറഞ്ഞ എല്ലാവർക്കും ഇതുണ്ടോ? ഓക്കെ, ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ സ്മെല് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ കയ്യിൽ വേണോ? പ്ലേറ്റിൽ വെച്ചോ, താഴെ വെച്ചോ. ഇമോജി 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 പർപ്പിൾ കളർ ഇമോജി 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 ഈ വക താഴെ വേറെ ഒന്നും കിട്ടിയില്ലേ? അല്ല അതല്ലേ ഐറ്റം പറയൂ. വഴുതനങ്ങ. മധുരക്കിഴങ്ങ്. അത് എങ്ങനെ കപ്പ പറയാൻ ഓപ്ഷൻ ഉണ്ട്. അതായത് തൃശ്ശൂരെ കൊള്ളി എന്ന് പറയും അല്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞു വെച്ചു. പക്ഷെ ഇത് മധുരക്കിഴങ്ങ് എങ്ങനെ പിടിച്ചത്? ആ സ്കിൻ അത് പൊളിച്ചു. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞാൻ അത് മാറ്റി പറയുന്ന വിചാരിച്ചോണ്ടാണ് ഞാൻ അത് തന്നെ ഞെട്ടിച്ചു. അത് ഞെട്ടിച്ചു. മധുരക്കിഴങ്ങ് പറഞ്ഞു എന്നുള്ളത് ഞാൻ കപ്പ പറയിപ്പിക്കുന്നുള്ള സാധനത്തിൽ ഞാൻ ഇരുന്നത്. എങ്ങനെ പറഞ്ഞല്ലേ? അതെങ്ങനെ കറക്റ്റ്? തൊട്ടയില് സോഫ്റ്റ് ആണോ? അതല്ല, കപ്പയുടെ പുറത്ത് കുറച്ചുകൂടി പൊറ്റ പൊളിഞ്ഞ പോലത്തെ മധുരക്കിഴങ്ങാണ് ഇടയിൽ ബ്രേക്ക് ആയിട്ടുള്ള കനം കുറഞ്ഞ ഈ സാധനം. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഡീൽ ചെയ്തിട്ടുള്ള സാധനമാണ് മധുരക്കിഴങ്ങ്. ന്യൂസിലാൻഡിൽ മധുരക്കിഴങ്ങ് ഭയങ്കര സ്റ്റാർച്ച് ആയിട്ട് എല്ലാത്തിന്റെയും കൂടെ ഈ മാഷ് പൊട്ടറ്റോനേക്കാളും കൂടുതൽ മധുരക്കിഴങ്ങും നമ്മുടെ കപ്പയാണ് പക്ഷെ കൂടുതൽ. ഇവിടെ മധുരക്കിഴങ്ങ് ഭയങ്കര റയർ ആയിട്ടല്ലേ? ഇപ്പൊ മധുരക്കിഴങ്ങ്. അടുത്ത ഐറ്റം തരട്ടെ? നല്ല തൊടു. ആ യെസ്, മതി. അത് ഉരുട്ടണ്ട, മതി. വെള്ളരിക്കായ അല്ല, കുമ്പളങ്ങയായിരുന്നു. അല്ല, വെള്ളരിക്കയാണ്. ഇതില് ഞാൻ പണി പാലിക്കും എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ
സാധനത്തി ഇതിന്റെ പേര് എനിക്കറിയാം. നമ്മൾ ലൂഫ, വെജിറ്റബിൾ മാരോ, ഇതിന്റെ ഒരു പച്ച കളറിൽ നീളനെ ഈ ഇതുള്ള ഇതിന്റെ കറക്റ്റ് പേര് ഞാൻ മറന്നുപോയി. ഇതിന്റെ പേര് ബാംഗ്ലൂരൊക്കെ കണ്ടമാനുള്ള വെജിറ്റബിൾ, അവരുടെ സാമ്പാറിൽ ഏറ്റവും കൂടുതൽ ഇടുന്ന വെജിറ്റബിൾ. പക്ഷെ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി, സോറി. ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ പേര് പറഞ്ഞ ഇതൊരു ഗോഡാണ്. അല്ല, എനിക്ക് ആ പേര് റിച്ച്ഡ് ഗോഡ്. എനിക്ക് ഇതിന്റെ പേര് അറിയില്ല. ആണോ കൂടുതൽ അങ്ങനെ? ഇത് ബാംഗ്ലൂർ സാമ്പാറിൽ ഫുൾ സാമ്പാറിൽ ഇവനാണ്. ദോസ് ഹു ആർ ഫ്രം ബാംഗ്ലൂർ. അവര് ഈ സാമ്പാർ ഇട്ടിട്ടുള്ള ചോറും പിന്നെ ഇത് റിച്ച് ഗോഡ് ആണെന്ന് എനിക്കറിയാം. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. നമുക്ക് ഇവിടെ പക്ഷെ വേറെ പേര് ഉണ്ടോ? ഇതിന്റെ പേര് പക്ഷെ അങ്ങനെ അത് ഇതിൽ തന്നെ പറയോ? റിച്ച് ഗോഡാണിത്. ഇത് മറ്റേ ആഷ് ഗോഡ് ബട്ടർ ഗോഡ് എന്നൊക്കെ ഗോഡിൽ പെട്ട സാധനമാണ് റിച്ച് ഗോഡ്. നല്ല ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. പക്ഷെ പറയുന്നു എനിക്ക് മലയാളം അതല്ല നമ്മുടെ മലയാളത്തിൽ പറയുന്ന വാക്ക് ചോദിച്ചേ. എനിക്കറിയില്ല. മലയാളം എന്താ റിച്ച് ഗോഡിന്റെ മലയാളം എനിക്കറിയില്ല. ഇത് വെരി കോമൺ, എവിടെയൊക്കെ കിട്ടുമല്ലോ. അതെ. അപ്പൊ പീച്ചിങ് ഇങ്ങനെ തന്നെ മാറ്റില്ല. അല്ലല്ല, പീച്ചിങ് ഇത് തന്നെ പീച്ചിങ്. സോ 4 വിൻ ചെയ്തിരിക്കുന്നു. ഇനി ആ പോയിന്റ് അവിടെ കൊടുക്കട്ടെ. ഞാൻ പോയിന്റ് ആയില്ലെങ്കിലും നമുക്ക് പണിഷ്മെന്റ് ഒരെണ്ണം തെറ്റിച്ച പണിഷ്മെന്റ് ആണ്. എനിക്ക് ഉറപ്പായിട്ടും പണിഷ്മെന്റാ. ശരിക്കും കപ്പങ്ങി ഇവിടെ അല്ല, മറ്റേ മധുരക്കിഴങ്ങ് ഇവിടെ കൊടുക്കണമായിരുന്നു. മധുരക്കിഴങ്ങൊക്കെ ഇത് പുള്ളി ഫാർമറാണേ. എനിക്ക് വേറെ പണിയൊക്കെ കണ്ടുപിടിക്കാം. ടാസ്ക് ആണല്ലോ അതേ. പഠിച്ചോളൂ. മതി മതി മതി, അവിടെ മാത്രം തൊട്ടാ മതി. ഇത് പഴം 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 പഴം. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പച്ചക്കറി വായിക്കൂടാതെ തോന്നാ. ഓക്കെ, എന്തായാലും ടഫ് സാധനങ്ങൾ തന്ന എനിക്കിട്ട് പണി തരാൻ വന്നിട്ടാ. ഇത് പക്ഷെ ഇതുകൊണ്ട് കോഫിയാണ് കൂടുതൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ. മതി 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 മതി. ഇത് ഇത് മറ്റേ കൂർക്കല്ല, ഇത് മരപ്പെട്ടിയുടെ കോഫി ഉണ്ടാക്കുന്ന. ഇല്ല, ഇത് കൂർക്കയാണ്. സ്മെല് ചെയ്യാൻ പാടില്ല. സ്മെല് ചെയ്ത് പോയിട്ട് ഒരു പോയിന്റ് പോയി. സ്മെല് ചെയ്യാൻ പാടില്ല. പക്ഷെ കിട്ടിയാലോ ഇല്ലല്ലോ. ഈ കൂർക്കയ്ക്ക് അല്ലല്ല, ഇത് എന്താ മണ്ണാണോ നോക്കിയതാണ്. ഇത് കൂർക്കര മണം സത്യം പറഞ്ഞാല്. ഇതെന്ത് സംഭവം? ഇത് പണ്ടരാണോ കൂർക്കൻ? പക്ഷേ അല്ല, കൂർക്കയാണ്. പക്ഷെ കൂർക്കര മണം വരുന്നത് ഷേപ്പ് വെച്ചിട്ട് നോക്കിയതാ. ഈ ഇഞ്ചിയാണോ കൂടി കൺഫേം ചെയ്യാൻ. മോയിസ്റ്റ് അല്ലല്ലോ. ബ്രോ എന്താ സാധനം? മതി കഴിയോ. ടഫ് വൺ. ഇത് ചെറുതാണ്, മണ്ണായിട്ട് വരുന്നുള്ള സാധനം. പക്ഷേ ഷേപ്പ് പൊട്ടാറ്റോ അല്ല. നേരത്തെ കൊടുത്ത സ്വീറ്റ് പൊട്ടാറ്റോടെ സെയിം ടെക്സ്ചർ. ഒന്നുകൂടി പിടിക്കാൻ ലാസ്റ്റ് ഒരു പ്രാവശ്യം ടച്ച് ചെയ്യണേ. ഒരു പ്രാവശ്യം ടച്ച് ചെയ്യാൻ പറ്റുമോ? സെയിം ടെക്സ്ചർ ഉണ്ട്, നോക്കട്ടെ. യെസ്, മതി 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 മതി. അയ്യോ, ഇതെന്തത് മാറിയോ? നേരത്തെ പിടിച്ചതാണ്. അല്ല, നേരത്തെ പിടിച്ച സാധനമല്ല, രണ്ട് മാറ്റി മാറ്റി തന്നു. ഇത് കപ്പ പോലത്തെ സാധനം. കപ്പയാണ്. കപ്പ അല്ല, കപ്പയല്ല. അതിൽ പോയി ഒരു ചാൻസ് കൂടെ തരാം. കപ്പല്ലേ? അല്ല, നേരത്തെ പിടിച്ച സാധനം അല്ലാന്ന് കണ്ടെത്തിയതിന് 2 മാർക്ക്. അതെ, ഇപ്പൊ നേരത്തെ പിടിച്ച സാധനം കപ്പയല്ല, റൂട്ട് വെജിറ്റബിൾസ് ആണല്ലോ. റൂട്ട് വെജിറ്റബിൾസ്. മണ്ണ് കൈ കിട്ടിയപ്പോ മനസ്സിലായി ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ? റൂട്ട് വെജിറ്റബിൾസ് ആണ്. അപ്പൊ എന്താണത്? ടാറോ, യാം, സ്വീറ്റ് പൊട്ടാറ്റോ പോലെ എന്തൊക്കെയാണ്. ഇതാണ് മറ്റേ ചെറിയ എന്താ പേര്? നമ്മുടെ യാമാണ്. ചേന പോലത്തെ ചേനാണ്. യാം അല്ല, ചേന അല്ല. പക്ഷെ അതെ, ആപത്ത് കാലത്ത് ചേന എന്ന് പറഞ്ഞാൽ എലിഫന്റ് യാം. ഇത് മറ്റേ യാം അല്ല, സ്മോൾ യാം. ചേമ്പ് 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 അല്ലേ? ചേമ്പ്. കാവത്തൊന്നും പറയില്ല. യാം ഫാമിലി. യാം യാം. പക്ഷെ കാവത്ത് ഇങ്ങനെ തന്നെയല്ലേ? അല്ല, ഇത് നമ്മുടെ ചേമ്പ്. ചേമ്പ്. ശരി. അല്ലല്ല, കാവത്ത് നമ്മള് വള്ളി കേറിട്ട് അതിന്റെ അടിയിലുണ്ടാവും. ചിലപ്പോ മുകളിൽ നിന്ന് കുഞ്ഞു കുരുകുരുയായിട്ടുണ്ടാവും. അതാണ്. അതല്ല ഇത് മറ്റേ വലിയ ചേനയല്ല, ചെറുത് അല്ലേ? ഞാൻ മറ്റേ ചെറുതും അതും ചേനയുടെ രണ്ടും സെയിം ആണെന്നുള്ള. അല്ല, സോറി, കാച്ചിൽ. കാച്ചിൽ. കാച്ചിൽ 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 കാച്ചിൽ
ലാസ്റ്റ് ലാസ്റ്റ് ആണോ? ആ. ഓക്കെ, കഴിഞ്ഞു, അത് ഇത്ര മതി. അതത്ര മതി. ആ കഴിഞ്ഞു പരിപാടി. ഷിറ്റ് മാൻ, ഇത് എന്താണെന്ന് മനസ്സിലാക്കി. One more time. കൊണ്ടുപോയി സാമ്പാർ Last and final. ഇത് പെട്ടെന്ന് പറയണം. ദിസ് ഇസ് One more time. ഇത് ഉരുട്ടരുത്. മറ്റേ ഇംഗ്ലീഷ് ക്യൂക്കുംബർ ആണോ? ഇംഗ്ലീഷ് ക്യൂക്കുംബർ, അതെ, അതെ, അതെ. Salad cucumber. ഇംഗ്ലീഷ് ക്യൂക്കുംബർ Yeah. ആ You done? ആണോ? ശരി. ആണ് correct. ഒന്ന് മാത്രം അല്ല, പോയിക്കോളൂ. അത് കണ്ണടച്ചിട്ട് പറയാൻ പറ്റാറോ? ഇംഗ്ലീഷ് ക്യൂക്കുംബർ നമ്മളെക്കാളും ചെറുതാ. കാര്യമായിട്ടും ഇംഗ്ലീഷ് ക്യൂക്കുംബർ അതിന്റെ പേര് നമ്മളെക്കാളും ചെറുതാ. ഒന്നുകൂടെ നോക്കണ കവറിലേക്ക്. അയ്യോ, അല്ല, ഞാൻ അപ്പൊ correct ആയി. അപ്പൊ ഒന്ന് പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു അറിയാത്ത ഒരു 5-6 പോയില്ല വർഷമായിട്ട് actually. മറ്റേത് മാറ്റി പറഞ്ഞു എന്നുള്ളത് തന്നെ എന്ത് സാധനം? എനിക്ക് തോന്നുന്നു. Somehow you made it. എനിക്ക് രണ്ടും മാറി പിന്നെ മറ്റേത് മധുരക്കിഴങ്ങ്. പക്ഷെ വേറെ കാര്യം, തൃശ്ശൂരാണ് നമ്മൾ മധുരക്കിഴങ്ങിനെ കപ്പക്കിഴങ്ങെന്നും കൂടി പറയുന്നുണ്ട് അതിന്. ആണോ? ആ, പുള്ളിയും കപ്പയും കിഴങ്ങും എന്നുള്ള രീതിയിലേക്ക് ഇവിടെ ഷോപ്പിൽ സംഭവം ഉണ്ട്, മധുരക്കിഴങ്ങ് എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ ഓൾറെഡി കപ്പ എന്നുള്ള രീതിയിലേക്കാണ് അത് പറഞ്ഞതെന്ന് മാത്രം. യെസ്. ആൻഡ് ഒടുവിൽ ഏറ്റവും സന്തോഷം ഇപ്പൊ ഇരട്ട കുട്ടികളുടെ അച്ഛനായിട്ട് കൂടി ഇരിക്കുന്ന സമയമാണ് അല്ലെ? സിനിമാ പേര് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്ന സമയം. ഇരട്ട കുട്ടികളുടെ അമ്മാരാ. ഇരട്ടക്കുട്ടികളുടെ അമ്മ എന്ന് പറയുന്നത് ഗോൾഡ് ചേച്ചിയായിരിക്കല്ലോ. പണ്ടത്തെ ചോദ്യം. പണ്ട് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞ് ജയറാമിന്റെ ഒരു പടം വന്നു. അപ്പൊ ആൾക്കാര് ചുമ്മാ മറ്റേ ഇതല്ലേ ട്രിക്കി ക്വസ്റ്റൻ ആയിട്ട് ഇരട്ടക്കുട്ടികളുടെ അമ്മാരാണ്, അതിനകത്ത് അമ്മാരാണ് പറഞ്ഞു നോക്കി. ഇന്നിപ്പോ ഇവിടെ പേരെല്ലാവർക്കും ഇതല്ലേ, കണ്ട് ഫെമിലിയർ ആണല്ലോ. സോ എന്താ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? ശരിക്കും ഇപ്പൊ നമ്മുടെ ഫാമിലി ബിഗ് ആയി. യു ഗോട്ട് ലൈക്ക് മോർ റെസ്പോൺസിബിലിറ്റീസ്. ഗേൾസ് വീട്ടില് ദേ ആർ ലീഡിങ് ദ ഷോ. അടിപൊളി, നല്ല ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. എനിക്ക് ആക്ച്വലി ഞാൻ അച്ഛൻ എന്ന രീതിയിൽ വളരെയധികം ആനന്ദിക്കുന്ന ഒരാളാണ്. നമ്മുടെ അപ്പൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നുള്ള രീതിയിലേക്ക് നിന്നൊരു അപ്പനായിരുന്നു അല്ലേ? അതിന്റെ ഒപ്പം തന്നെ കുറെ കഴിയുമ്പോൾ ഫ്രണ്ട്ലി മൂഡും ഉണ്ട്, പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇങ്ങോട്ട് വന്ന സമയത്ത് അത് എങ്ങനെ അത് കൺവേർട്ട് ആക്കുന്നത്? അത് എന്റെ അപ്പനാണ് ആ ഒരു കാര്യത്തിൽ എന്റെ വലിയൊരു ടീച്ചർ. കാരണം എങ്ങനെ ഞാൻ ആ അപ്പനെ പോലെ ആവരുത് എന്നുള്ളത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതായത് പുള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് എന്താ വെച്ചാല്, പുള്ളി ഈസ് എ സ്ട്രിക്റ്റ് റൂഡ് ഡാഡ്. ഓക്കെ, പുള്ളിക്ക് ഒരുപാട് പോളിസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പോളിസികളെല്ലാം ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലേ സ്വന്തം ലൈഫിലാണെങ്കിൽ പോലും. പക്ഷെ പുള്ളി അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ തന്നെ ഒരുപാട് ചെറുപ്പത്തിൽ ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ പുള്ളി കുറെ കാര്യങ്ങള് പണ്ടത്തെ ഒരു ശീലമാണല്ലോ, നീ അത് ഇത് ചീറ, വണ്ടി കഴുകടാ ഒക്കെ. നമുക്ക് അങ്ങനെയാണ് പുള്ളി. വണ്ടി കഴുകി കൊടുക്കേണ്ട മകനാണ് എന്ന് കരുതുന്ന ഒരു അച്ഛനാണ് എൻ്റെ അച്ഛൻ. അതിനേക്കാൾ ഉപരി ആ അച്ഛന് വേണമെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു, എടാ നീ വണ്ടി കഴുകുക, ഞാനും കൂടെ കഴുകാം, നീ ഇത് കഴുകുമ്പോൾ ഞാനിത് കഴുകാം. There you see a little bit of a combination. Then you are interested little bit because you are getting recognized അച്ഛൻ്റെ അടുത്ത്. അതിനേക്കാൾ ഉപരി നീ വണ്ടി കഴുകേണ്ടതാണ്. മറ്റേ ഒറ്റ റൂട്ടുള്ളൂ, ഒബേ ബൈ വേർഡ്സ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരിക്കലും എൻ്റെ മകളുടെ അടുത്ത് അങ്ങനെ ഒരു കാര്യം, പ്രത്യേകിച്ച് എൻ്റേതായ ഒരു കാര്യങ്ങളും തന്നെ ഞാൻ അവളോട് ചെയ്യിപ്പിക്കുകയില്ല. ഐ മീൻ ലൈക്ക് അങ്ങനെ പറയില്ല. എന്ത് കാര്യം പറയുന്നുണ്ടെങ്കിലും ന്യൂസിലാൻഡിൽ പ്ലീസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ കുട്ടികളുടെ അടുത്തും പറയാറുണ്ട്. പ്രിങ്ങു, ക്യാൻ യു ഗെറ്റ് മീ സം വാട്ടർ പ്ലീസ്? പുള്ളിക്കാരി പോയിട്ട് അത് എടുത്തുകൊണ്ട് ഒരു റിക്വസ്റ്റ് അവിടെ വരും. ഒരു റിക്വസ്റ്റ് ഉണ്ട്. അതാണ് അവിടുത്തെ ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചൂടാവും. ചില ദിവസങ്ങളിലൊക്കെ എൻ്റെ അച്ഛൻ്റെ പോലെ തന്നെ ഞാൻ തെറി വിളിക്കും, വഴക്ക് പറയും, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിലും ലൈക്ക് ആഫ്റ്റർ 5 minutes അപ്പോൾ തന്നെ നമ്മൾ കൂൾ ഡൗൺ ആവുമല്ലോ. പക്ഷേ അവളും അങ്ങനെ ആവും. ദെൻ ഐ ഗോ ആൻഡ് ടോക്ക് ടു ഹർ. പറഞ്ഞ ആ സമയത്ത് ഡാഡ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബിസി ആയിരുന്നു, അപ്പോൾ നീ ട്രാവൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ദാറ്റ് വാസ് മൈ ഫോൾട്ട്, ഐ വാസ് ആംഗ്രി, സോ സോറി. അവൾ പ്ലേഡ് നോട്ടി അങ്ങനത്തെ ഉള്ളതാണെന്ന് പറഞ്ഞ യു ആർ നോട്ടി, ഇത് സിമ്പിൾ ആസ് ദാറ്റ്. ഐ നോ യു ആർ എ ചൈൽഡ്, ദാറ്റ് ഈസ് ഓക്കെ, ബട്ട് യു ഡോണ്ട് ടെസ്റ്റ് മൈ ബൗണ്ടറീസ് ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ് ഹാർഡ്. ഷീ നോസ്. അപ്പോൾ ക്ലിയർ ആണ് കുറച്ചുകൂടി കാര്യം. കുറച്ചും കൂടെ ഇനിയിപ്പോൾ എൻ്റെ മകളാകുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ വേറെ വരും. അപ്പോൾ ആ അച്ഛനിൽ നിന്ന് ഈ അച്ഛനിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ വീട്ടിലുള്ള ഇന്ന സാധനം ഇന്നത് കഴിച്ചാൽ മതി എന്ന് പറയുന്ന അഡമണ്ട് അച്ഛൻ, അതിന്റെ സയന്റിഫിക് വശങ്ങൾ അറിയാത്ത കാര്യത്തിലാണെങ്കിൽ നമ്മളിന്ന് വീട്ടിൽ ഒരു സ്റ്റെപ്പും കൂടി അഹെഡാണ്. നമ്മുടെ വീട്ടിൽ ഇന്ന ഫുഡ് ഉണ്ട്, ഇതിന് ഇന്ന ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്, നിങ്ങളെല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുക തന്നെ വേണം. എക്സസൈസ് കൃത്യമായിട്ട് നിങ്ങൾ വീട്ടിൽ വേറെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും half an hour to 1 hour training every day evening. There is no escape from it until 18. After 18 you want to do, you don't want to do, that is all up to you.
a straight cut. All others is yours. Go to school, don't study. If you want to study, study. Go to school, talk to people, come back. ഒരിക്കലും സ്കൂളിൽ നിന്ന് തിരിച്ചു വരണ്ട, എനിക്ക് നാളെ ഹോംവർക്ക് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കം റിലാക്സ്, ചിൽ ഹോം. ഗോ ബാക്ക് ടു സ്കൂൾ, കം ബാക്ക് അഗെയിൻ ടുമോറോ. ഈ ലാസ്റ്റ് ഇതിൽ അപ്പം നമ്മുടെ കാലത്ത് അപ്പന്മാരൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ അല്ലേ? നമ്മുടെ പോകുമ്പോ പറയുന്ന സാധനം വരുമ്പോ ലേറ്റ് ആവരുത്, ട്യൂഷന്റെ സമയമാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു എൻ്റെ നോട്ട് കൂടെ പറഞ്ഞിട്ട് പോകാം. ദ ഹോൾ സ്കൂൾ സിസ്റ്റം ഇൻ കേരള, എങ്ങനെയാണോ ടീച്ചർമാർ കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണോ എഡ്യൂക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണോ പാരൻസ് കൺസിഡർ ചെയ്യുന്നത്, ഇറ്റ് ഹാസ് ടു ചേഞ്ച്. ദ ഹോൾ സിസ്റ്റം നീഡ് ടു ബി ചേഞ്ച്ഡ്. ദ മെയിൻ റീസൺ ബിക്കോസ് ഇന്നത്തെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വലിയൊരു ഭാരമായിട്ടാണ്. ഞാൻ നോക്കുമ്പോൾ ഞാൻ വയനാട് പോകുമ്പോൾ രാത്രി 9 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ട് പോവാ. എന്തൊരു കഷ്ടമാണ്. എത്രയോ ക്രിയേറ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റി നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത്. എൻ്റെ കസിൻ സ്കൂൾ വെക്കേഷൻ ഡിസംബറിലെ പരീക്ഷ, ഹിന്ദി പരീക്ഷ കഴിഞ്ഞിട്ട് പേപ്പർ മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് 10 ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് 11ാമത്തെ ദിവസം 2ാമത്തെ ഹിന്ദി പരീക്ഷ. എന്തിനാണ് ഇവിടെ പരീക്ഷ? ഇതെന്തുട്ടി പരീക്ഷിക്കുന്നവർ? 12ാം ക്ലാസ് വരെ കുട്ടികൾ സ്കൂളിൽ പോട്ടെ, ഹൂ കെയേഴ്സ്? അവർ വേണമെങ്കിൽ സയൻസ് പഠിക്കട്ടെ, വേണമെങ്കിൽ കണക്ക് പഠിക്കട്ടെ. ദർ ഷുഡ് ബി എ ഗ്രേഡ് സിസ്റ്റം. പാസ് ആവാനുള്ള സെറ്റപ്പ് ഒന്നും അവിടെ വേണ്ട. 1ാം ക്ലാസ് കഴിഞ്ഞാൽ നീ 2ലെത്തി. 2ലെത്തുമ്പോൾ നിനക്കൊരു ഗ്രേഡ് കിട്ടും. നീ ഇന്ന കാര്യങ്ങളിൽ പെർഫോമൻസ് വൈസ് ഗുഡാണ്, ഇവിടെ നീ വീക്കാണ്. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നീ മറ്റേ കുട്ടീനേക്കാൾ ഇത്ര ഡ്രോപ്പാണ്. നീ 2ലെത്തി. 2ലെത്തിയപ്പോൾ ഒരുപക്ഷെ ഞാൻ കണക്കിലും ബെറ്ററായി, ഹിന്ദിയിൽ ഞാൻ വീക്കായി. നീ 3ലെത്തി. ഹൂ കെയേഴ്സ്? നിങ്ങൾ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ? അവിടെ നിന്നൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്തു വലിയ ഭാരമാണ്. കുട്ടികൾ ഇത്രയും സ്കൂൾ ബാഗ് എടുത്തിട്ട് സ്കൂളിൽ പോയിട്ട് 12ാം ക്ലാസ് വരെ എന്തൊക്കെയോ പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുമ്പോഴാണ് നമുക്കൊരു കുറച്ച് വിസ്ഡം കിട്ടുന്നത്. അപ്പോഴും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് 12ാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞാൽ നേരെ ഡോക്ടർ ആകാൻ പറ്റുമോ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാൻ പറ്റുമോ? നിങ്ങൾ ജോലിക്ക് കയറിയതിന് ശേഷമാണ് പല പ്രാക്ടിക്കൽ നോളജ് നമുക്ക് ഉണ്ടാവുന്നത്. അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വലിയ ഭാരമാണ്. ചെറുപ്പം തൊട്ടേ നിങ്ങൾ ടോണ്ട. ഇത് പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ ഉള്ള ഒരു സംഭവത്തിൽ എഞ്ചിനീയർ വേണം, ഡോക്ടർ വേണം, ഇന്നാൾ വേണം, അന്നാൾ വേണം, അങ്ങനെ ഉണ്ടാക്കിയ സ്കൂൾ സിസ്റ്റമാണ്. അതാണ് നമ്മൾ ഇന്ത്യൻസ് ഇപ്പോഴും ഫോളോ ചെയ്യണത്. ന്യൂസിലാൻഡൊന്നും അങ്ങനെ ഇല്ല. എൻ്റെ കുട്ടി സ്കൂളിൽ പോകണം, ഞാൻ ഒരു റീൽ എടുത്ത് വെച്ചിരിക്കുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അവളുടെ ബാഗിൽ ആ കുട്ടികൾ ചോറ്റും പാത്രവും വാട്ടർ ബാഗും ഒരു സ്കൂളിലെ ഡയറിയാണ്. 4ാം ക്ലാസ്സിലായി. 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ ഇവർ ഇങ്ങനെ പോണ്. അത് കഴിയുമ്പോൾ if you are interested in science, you do science. If you are interested in doing vlogging, you do vlog. Who cares? അതും കഴിഞ്ഞ് ഡോക്ടറായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു പുള്ളിയായിരുന്നു. കുറേ കാലം തമാശ കളിച്ചിട്ട് 55ാമത്തെ വയസ്സിൽ ന്യൂസിലാൻഡിൽ ഡോക്ടറായി. അയാൾ ഗാങ്സ്റ്ററായിരുന്നു. ആർമിയിൽ ജോലി ചെയ്ത സ്ത്രീ 45ാമത്തെ വയസ്സിൽ കണ്ണ് സ്പെഷ്യലിസ്റ്റിൻ്റെ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് ഉള്ള ആളെന്നെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വിസ്ഡം ഉണ്ട്. പിന്നെ ഇത് കുട്ടികളെ ടോർച്ചർ ചെയ്ത് പരീക്ഷ പേപ്പർ മോഷണം പോയി എന്ന് പറയുമ്പോൾ എത്ര കണ്ട് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള കിഡ്സ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതും ഡിസംബറിലും ഓണത്തിനും പരീക്ഷ. ഇത് എന്തിനാണ്? ഓണം വെക്കേഷന് പോണ കുട്ടി അതിനേക്കാളും മുന്നേ പരീക്ഷയൊന്നും ചിന്തിക്കാതെ സുഖമായിട്ട് ഓണം ആഘോഷിക്കട്ടെ. 18 വയസ്സ് വരെ കുട്ടികൾ തന്നെ മെൻ്റലി ഡേ ബൈ ഡേ, ഇഞ്ച് ബൈ ഇഞ്ചായി ട്രോമറ്റൈസ് ചെയ്ത് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതാര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? എന്ത് കഷ്ടമാണ്. എന്തെങ്കിലും വിസ്ഡം ഉണ്ടോ? കുട്ടികൾക്ക് ഒരു മിനിറ്റ് ഒഴിവില്ല. ഇത് പ്രാന്ത് പിടിച്ച പിള്ളേരെ ഉണ്ടാക്കി എടുത്തിട്ടേ 15 വയസ്സ് പിള്ളേർക്ക് ടെൻഷൻ, ആത്മഹത്യയാണ് പിള്ളേർ പരീക്ഷയിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട്. യു ആർ കില്ലിങ് ഹോമിസൈഡ്. ഒരു കാര്യം ഞാൻ ആസ് എ പേഴ്സൺ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാനൊരു എന്താണ് പഠിക്കണ കാലത്ത് ഭയങ്കര പഠിപ്പിസ്റ്റാണ്. പക്ഷെ ഒരിക്കലും റിസ്ട്രിക്റ്റീവേ അല്ല. സ്പോർട്സും ഉണ്ട് കൂടെ. പഠിപ്പ് മാത്രമല്ല, സ്പോർട്സും ഉണ്ട്. പഠിപ്പിലും എല്ലാത്തിലും ശ്രദ്ധിച്ചിരുന്നത്. ആ സമയത്ത് വി ഹാഡ് ഓൺലി വൺ ജോബ് ടു സ്റ്റഡി. ഇപ്പം നമുക്ക് അറ്റൻഷൻ സ്പാൻ കുറവാണ്. പിള്ളേരെല്ലാവരും ഇപ്പോൾ ഭയങ്കര, ഇപ്പോൾ ചെറിയ പിള്ളേർ വളർന്നു തന്നെ പിള്ളേരൊക്കെ നല്ല അമേരിക്കൻ ആക്സെൻ്റ് ഒക്കെയാണ് പറയണം. ഇംഗ്ലീഷ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് യൂട്യൂബ് കണ്ടുപിടിക്കുമ്പോൾ ഫുൾ അമേരിക്കൻ ആക്സെൻ്റാണ് പറയാം. അപ്പോൾ ബേസിക്കലി അത് കഴിഞ്ഞ് ഒരു എക്സാം എഴുതുമ്പോൾ ഇറ്റ്സ് എ ടെസ്റ്റ് ഓഫ് ദെയർ മെമ്മറി. ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാവുന്നവനാണ് ഫസ്റ്റ് റാങ്ക്. അതുകൊണ്ട് അവൻ കഴിവുള്ളവനാണെന്ന് നിർബന്ധമില്ല. പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് ഈ എഡ്യൂക്കേഷൻ ഇവന് ഗുണം ചെയ്തോ, ഇവന് ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയുന്ന. ഇവരിവിടെ ടെസ്റ്റ് ചെയ്യണത് സിസ്റ്റം തെറ്റാണ്. അതായത് നമ്മുടെ മെമ്മറി മാത്രം ടെസ്റ്റ് ചെയ്യണം. കൂടുതൽ കാര്യങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ കഴിവുള്ളവൻ അങ്ങനെയല്ല ഉണ്ടാവണേ. ഇതിലുണ്ടാവണ ഏറ്റവും വലിയ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അതിലൊരു കുട്ടിക്ക് പഠിക്കാനാണ് ഇൻട്രസ്റ്റ് എന്ന് വിചാരിച്ചോ.
ഷീ വാണ്ട് ടു ലേൺ ലൈക്ക് സയൻസ് പഠിക്കണം. ആ കുട്ടി സയൻസ് പഠിച്ചോളൂ, നിങ്ങൾ ആരും ഫോഴ്സ് ചെയ്യണ്ട. ഇത് ഫോഴ്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയോ, ഈ സയൻസ് പഠിക്കാനുള്ള കുട്ടികളോട് സയൻസിനുള്ള ഇൻട്രസ്റ്റ് പോയി. അപ്ലൈഡ് സ്റ്റഡീസ്, അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് ഗോൾഡൻ സ്പാങ്കിൾസ് ഉണ്ടാവുന്ന ഒരു പരീക്ഷണമൊക്കെ കെമിസ്ട്രി ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്നാൽ ഇതേ ഗോൾഡൻ സ്പാങ്കിൾസ് ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണം അവിടെ നടത്തുന്നു. ഈ ഗോൾഡൻ സ്പാങ്കിൾസിലെ സ്പാങ്കിൾസ് ഉപയോഗിച്ചൊരു ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്നു നമ്മൾ. അപ്പോൾ അത് കുറച്ചുകൂടി പ്രാക്ടിക്കലി ഇന്നത്തെ ഒരു മീഡിയത്തിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കാണുമ്പോൾ ഓ ഷിറ്റ് ഇത് ഉപയോഗിച്ചിട്ട് എനിക്കിത് ചെയ്യാം. അപ്പോൾ കണക്റ്റ് ആവും, 10 പേർക്ക് അത് കണക്റ്റ് ആവും, 10 കുട്ടികൾ പഠിക്കും. മറ്റേ 10 കുട്ടികൾക്ക് താല്പര്യമില്ല, അവൻ വേറെ എന്തെങ്കിലും വിചാരിക്കേണ്ടവ, അവനത് ചെയ്താൽ മതി. നീ ഇത് ചെയ്താൽ പറ്റില്ല, നീ 7 സബ്ജക്റ്റും പഠിക്കണം എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് വിരൽ തുമ്പത്ത് വിജ്ഞാനമുണ്ട്. എൻ്റെ മോളൊക്കെ വന്നിട്ട് ഓരോ കാര്യം, ഞാൻ എൻ്റെ കുട്ടീനെ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആണോ. ഇത് അഡ്വക്കേറ്റ് പിന്നെ വലിയ വിലയൊന്നുമില്ല, പിന്നീടാണ് ആവാണത്. ഞങ്ങൾ പിന്നെ കോർപ്പറേറ്റ് ലോ ഒക്കെ ചെയ്ത് പുറത്ത് പോകണേ, അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ. പക്ഷെ ഇവിടെ വണ്ടി റീസെയിൽ വാല്യൂ കൊടുക്കണം, ഡോക്ടർ ഉപയോഗിച്ച വണ്ടി. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഡിവോഴ്സ്ഡ് ആണ്, അവൻ വക്കീലാണ്, അവൻ്റെ ഭാര്യ ഡോക്ടറാണ്, ഡോക്ടർ ഡിവോഴ്സ് ചെയ്തു. അപ്പോൾ ഡോക്ടർ ഉപയോഗിച്ച വണ്ടി പോലെ അവൻ ഡോക്ടർ ഉപയോഗിച്ച എന്നും പറഞ്ഞ് അവര് റീസെയിൽ വാല്യൂ വിട്ടുണ്ടാക്കാൻ വേണ്ടി കെട്ടിച്ചുവിടാൻ വേണ്ടി ഡോക്ടർ ഉപയോഗിച്ച ഭർത്താവ് ഡോക്ടർ ഉപയോഗിച്ച് വിൽപ്പനയ്ക്ക് രണ്ടാക്കിട്ട് അവ ജീവനോടെ ഇല്ല. ഉദ്ദേശിച്ചത് ഡോക്ടർ വെച്ച് ഞാൻ പറയാം, എനിക്ക് കല്യാണം കുറച്ചാളായിട്ട് കിട്ടില്ല, ഡോക്ടർ വെച്ച വണ്ടിക്ക് ഒരു റീസെയിൽ ഉണ്ട്, നിനക്കില്ലല്ലോ. രണ്ടുപേർക്കും കണക്ട് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ എനർജി ലെവലിന്റെ കാര്യത്തിലാണെങ്കിലും ഇൻട്രോന്റെ കാര്യത്തിലാണെങ്കിലും പറയുന്ന കോണ്ടന്റുകളാണെന്നുണ്ടെങ്കിൽ പോലും എവിടെയൊക്കെയോ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് ചോദിക്കട്ടെ, കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന 2 ഫേസ് ഒറ്റ ഫ്രെയിമിൽ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ 2 പേരാണ്. അപ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു, എങ്ങനെ കൂട്ടിമുട്ടി? ഞാൻ പറയാം അത് ഞാൻ കാരണം ഞാനാണ് ആക്ച്വലി പുള്ളീനെ കോണ്ടാക്ട് ചെയ്തത്. ഓക്കെ. ഒനില് എനിക്ക് തോന്നുന്നത് ഞാൻ ഒനിലിനെ അറിയില്ലായിരുന്നു. ലൈക്ക് ആ സമയത്ത് എന്തോ ലൈക്ക് 1000 ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് ഒരാളെ അറിയില്ല എന്നതിനേക്കാൾ ഉപരി ഇപ്പൊ നമ്മൾ പല രാജ്യത്തിലും നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒനീൽ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ കാണണമെങ്കിൽ ദർ ഇസ് ഓൺലി വൺ മീഡിയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. അപ്പോൾ ദിസ് ഈസ് ലൈക്ക് പ്രോബബ്ലി 5 years ബാക്ക്. ഓ അത്രയാണ്, 5-6 വർഷം ഉണ്ടാവും. നമ്മൾ 2020 നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. ആണല്ലേ? ആ സമയത്താണ് ലോക്ക്ഡൗൺ. അപ്പൊ ഈ പുള്ളിയോട് ആരോ ചോദിക്കുന്നുണ്ട്, എന്താ ഒരു ഷെഫിനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആരെന്നെ റെക്കമെൻഡ് ചെയ്യുന്നു, അങ്ങനെ എന്തോ അല്ലേ ചോദ്യം. എന്നോട് ഇങ്ങനെ യൂട്യൂബിൽ ലൈക്ക് അങ്ങനെയല്ല, ഞാൻ ആ സമയത്ത് കുറെ പേര് റോസ്റ്റ് ചെയ്യുമായിരുന്നു, ഫുഡ് ബ്ലോഗർമാർ അങ്ങനെ ആൾക്കാരെ. അപ്പൊ ബൂം ബാങ്കിന്റെ പേര് എനിക്ക് അയച്ചു തന്നു. ബൂം ബാങ്കിന്റെ പേര് അയച്ചു തന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. എന്താ പറയാ, ഐ ലൈക്ക് ഹിസ് സ്റ്റൈൽ, ഐ ലൈക്ക് ദ വേ ഹി തിങ്സ് അബൌട്ട് ഫുഡ്, ഹി സീസ് ഫുഡ് ഡിഫറെൻ്റ്ലി, അങ്ങനെ ഒരു കാര്യം. ഒരു വേറിട്ട മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് പുള്ളിയുടെ വർക്കിനോട്. എനിക്ക് പുള്ളിയുടെ വർക്കിനോട് ഉള്ള റെസ്പെക്റ്റ് കാരണം ലൈക്ക് ഹീസ് എ ഷെഫ് ആൻഡ് ഹി നോസ് വാട്ട് ഈസ് ഡൂയിങ്. ഏറ്റവും ബെസ്റ്റ് ആൻസർ അതേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ വിട്ട് കളിച്ചേക്ക് മക്കളെ, വേറെ സ്ഥലങ്ങൾ പിടിച്ചോ. അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാല് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്റ്റോറി ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ. അപ്പൊ ഈ പുള്ളി എന്നെ പറ്റി പറയണ ഒരു പോർഷൻ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പുള്ളി, ഒരു ഓഡിയൻസ് ആയിട്ടുള്ള ഒരാള് ഈ പുള്ളീനെ എടുത്തിട്ട് ആ ഇത് സ്റ്റോറി എനിക്ക് അയച്ചു തന്നു. ഐ ആം ലൈക്ക് ഹൂ ഈസ് ഹി? ഞാൻ ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പ്രൊഫൈലിൽ ആദ്യം ഞാൻ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഗോവയിൽ പോയിട്ട് ചൊറീസോ, ഗോവൻ പോർക്ക് ചൊറീസോ സാധനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു സാധനം ഇന്ത്യയിൽ ഉണ്ട് എന്ന് പോലും എനിക്കറിയില്ല. Then he is explaining ഒരു particular way ഇതിനെക്കുറിച്ച്. Then I start looking into his profile. അപ്പോൾ പുള്ളി ഒരു ഷെഫ് അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഐ മീൻ ബൈ പ്രൊഫഷൻ പുള്ളി റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളാണ്, അങ്ങനെയൊന്നുമില്ല. ബട്ട് ഹീ സംതിങ് എൽസ്. വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഫൈല്. പുള്ളി വീഡിയോ എടുക്കുന്നതിനൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുത്തിട്ടൊന്നുമല്ല കണ്ടന്റ് ചെയ്യണം. ബട്ട് ദാറ്റ് കണ്ടന്റ് ഹാസ് ഗോട്ട് സം പൊട്ടൻഷ്യൽ. കാരണം എൻ്റെ ഒരു വേ ഓഫ് ഫുഡിനെ ഞാൻ നോക്കിക്കാണുന്ന ഇതിനേക്കാളും വളരെ വേറെ രീതിയിൽ അതേപോലെ യാത്ര ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രസന്റേഷൻ സ്റ്റൈലും ഭയങ്കര. അപ്പോൾ പുള്ളിക്ക് ഡീപ്പായിട്ട് ആ കാര്യത്തിൽ ഒരു നോളജ് ഉണ്ടെന്ന്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഒനീലിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് അത്തരത്തിലുള്ള ഡൗട്ടുകളിൽ എന്തെങ്കിലും ഇന്ത്യയിൽ ആ സംഭവം എന്താണ് ഉള്ളത് എന്നുള്ളത്
ഞാൻ നോക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഫുഡിന്റെ കാര്യത്തിൽ ഇത്രയ്ക്കധികം യാത്ര ചെയ്ത് അതിലൊരു പഠനം ഒളിപ്പിച്ച് വെച്ച ഒരു വ്യക്തി ഒനീലിനോടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആ കാര്യത്തില് അൺറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും അല്ലേ? വേണ്ട വിധം ആളുകളിലേക്ക് എത്തിയിട്ടില്ല സംഭവം. പുള്ളി ആക്ച്വലി അങ്ങനെ അതാണ് പുള്ളി അങ്ങനെയല്ല അതിൽ അവതരിപ്പിക്കുന്നത് കാര്യം എന്ന് മാത്രമല്ല ഈ പുള്ളിയുടെ സങ്കല്പത്തിലുള്ള ഭക്ഷണങ്ങളിലേക്ക് മലയാളി എത്തി വരുന്നേ ഉള്ളൂ. പുള്ളി ഈസ് എ ട്രാവലർ, ഹീസ് ഗോയിങ് ദ ലേണിംഗ് ദ കൾച്ചർ. അപ്പൊ ഞാൻ ആക്ച്വലി പുള്ളിനെ എന്താ പറയാ മോഷ്ടിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്. കാരണം പുള്ളി കഴിഞ്ഞ 5 വർഷം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെല്ലാം ഞാനൊരു വണ്ടിയിലിരുന്ന് കളക്ട് ചെയ്യും. പുള്ളിയോടുള്ള കോൺവെർസേഷൻ. അപ്പൊ എന്റെ പഠനം കുറഞ്ഞു പോയി. ഒനിയിൽ എനിക്കൊന്ന് കൊടക് വരെ പോകണ്ട, 2-3 സാധനം പ്രോ ഞാൻ റെഡിയാണെന്ന് പറയും. അതേപോലെ തന്നെ പുള്ളി തന്നെ മോഷ്ടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. പാലുണ്ട് അല്ലെ, അതില് നമ്മൾ എന്താ പറയാ വേറെ ഒരു സംടൈംസ് യു ലൈക്ക് ദാറ്റ് ആ ഒരു കോൺവെർസേഷൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ആ ഫുഡ് നോളജ് ഉണ്ട്. ഇപ്പോ വൺ ഓഫ് ദ ബെസ്റ്റ് സാധനം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇപ്പോ ഞാൻ ജോസ്മോൻ പാപ്പൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടിയാണ് ഹണ്ടിങ്ങിന് കണ്ടിട്ടുണ്ടായിരിക്കും. പാപ്പ തന്നെ പറയും ചേട്ടാ ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല, പുള്ളി ചെയ്യുന്ന വീഡിയോസ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീഡിയോയിൽ വരാനാണ്. കാരണം പുള്ളി ഒരു കാര്യം പ്രസന്റ് ചെയ്ത് അവതരിപ്പിക്കുന്നതിനേക്കാളും ഉപരി പുള്ളിയുടേതായ നാച്ചുറൽ സാധനം ഞാൻ ക്യാപ്ചർ ചെയ്യും. സി വാട്ട് ഹി ഈസ് ഡൂയിങ്, വാട്ട് ഹി ഈസ് കേപ്പബിൾ ഓഫ് എന്ന് പറഞ്ഞ സാധനത്തിന് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ എടുക്കാൻ വേണ്ടി എടുക്കുന്നല്ല പോകുന്നതിന് നമ്മൾ അത് കവർ ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ കാണിക്കില്ലേ. ഞാൻ ഇവര് തന്നെയാണ് ഇപ്പൊ ഒരു ഹണ്ടിങ് വീഡിയോന്റെ കുറച്ച് ക്ലിപ്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിലുണ്ടാവില്ല. ഞാൻ ക്യാമറയാണ് ശരി, പക്ഷെ എനിക്ക് അവരെന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒനീലുമായിട്ടുള്ള സംഭവത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഗോവ പോയി ഇവിടെ മറ്റേ ഫാന്റാസ്മയുടെ സംഭവങ്ങളൊക്കെ ചെയ്തു. ഒനീൽ ആക്ച്വലി ഇത് ചെയ്തിട്ട് ഒനീല് ഇത് ആരോടും വലിയ കാര്യമാക്കണില്ലെങ്കിലും ഈ സാധനത്തിന് ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാനാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഒനീലിനെ പോർട്രേ ചെയ്തെടുക്കുന്നത് ആക്ച്വലി ഞാനാണ്. കാരണം ബ്രോ ഗോവയിൽ പോയിട്ട് ഇന്ന സാധനം ഒരാൾ ഗോവയിൽ പോയി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, യു ജസ്റ്റ് എൻജോയ് ദ ഗോവൻ വൈബ്. ഞങ്ങൾ ഗോവൻ വൈബ് എൻജോയ് ചെയ്തു. ഞങ്ങൾ രണ്ടും പോയി വീഡിയോ ഇട്ട് കഴിഞ്ഞ പാടിയിൽ കുറെ ആൾക്കാർ ഇവിടെ നിന്ന് പോയിട്ട് ഞങ്ങളതൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇത് നമ്മൾ സാധാരണ പുറത്തുള്ള ഇപ്പോൾ ചൈനയുടെ ഒക്കെ നമ്മൾ പറയും ജപ്പാൻ്റെ ഒക്കെ ടെക്നോളജി അവർ ഒരു 10 വർഷം മുമ്പ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പക്ഷെ ഇവിടെ നമുക്കൊന്ന് ഫുഡ് കൾച്ചറിന്റെ കാര്യത്തിൽ FC പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പിന്നാലെ എത്തിയിട്ടില്ല എന്നുള്ള സംഭവമാണ്. 2018 റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ അതിന്റെ കുറച്ച് ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് പറയാ ഇത് ആക്ച്വലി ഇപ്പൊ വരേണ്ടതായിരുന്നു, ഞാൻ പക്ഷെ ഒരു 7 കൊല്ലം മുന്നേ തുടങ്ങി. കാരണം ബൂംബാങ് ഓയിസ്റ്ററിയാണ്. അന്ന് എന്റെ റെസ്റ്റോറന്റിൽ ഓയിസ്റ്റർ ഉണ്ട് 2018. ഞാൻ ഈ ഓയിസ്റ്റേഴ്സ് ഒക്കെ ചെയ്യണത് ഞാൻ മുന്നമ്പത്തിന് സോസ് ചെയ്ത് കൊണ്ടുവന്ന് ഓയിസ്റ്റർ വെക്കുന്നു. പിന്നെ അതുകൂടാണ്ട് സ്റ്റേക്ക് മീഡിയം റെയർ ഒക്കെ ചെയ്തിട്ട് അതിന്റെ ചില്ലി ഫ്രൈ ആൾക്കാർക്ക് ഞാനത് അങ്ങനെയൊക്കെയാണ് റെസ്റ്റോറന്റ് ചെയ്തത്. ബീഫ് ഫ്രൈ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. കേരള മലയാളിയാണല്ലോ, ബീഫ് ഫ്രൈ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പക്ഷെ അതൊരു വേറെ വേരിയന്റ് ആണ് ബീഫ് ഫ്രൈഡ്. അപ്പൊ നല്ല പോപ്പുലർ ഡിഷാണ്. ഒരു ഐറ്റമേ ബീഫിൽ വെച്ചിട്ടുള്ളൂ. എനിക്ക് ബീഫിൽ പല കാര്യങ്ങളും കാണിക്കാം, പക്ഷെ ഒരു ഐറ്റം വെച്ചിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും പണി ഇൻവോൾവ് ആണ് അതിനകത്ത്. അപ്പൊ ഡെയിലി രാവിലെ ഫിഷ് പോയി എടുക്കാം. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ നമുക്ക് ബേൺ ഔട്ട് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. സോ അത് ഒരു എന്താ പറയാ, ഞാനൊരു പുതിയൊരു ആള് എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഇത് വർക്ക് ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് കിച്ചൺ പോലെ തുടങ്ങിയതാണ്. പക്ഷെ അത് അപ്പം തന്നെ കയറി നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിട്ടൊക്കെ മാറി. അങ്ങനെ എനിക്ക് കൊച്ചിയിൽ ഒരുപാട് ആൾക്കാർ അവിടെ വരുമായിരുന്നു, റെഗുലേഴ്സ് വന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറിട്ട ഭക്ഷണം കൊണ്ടുവന്നു എല്ലാവരും പറയും. ഇപ്പോഴും ഇറ്റ് വാസ് അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം എന്നും പറയും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ